Good morning. How are you? Fine, thank you. Did you have your breakfast? Breakfast കഴിച്ചോ? എന്നാ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. All of you take your textbook. Textbook എടുത്തോ. എന്താ നമ്മൾ പഠിക്കാൻ പോകുന്നത്? നമ്മൾ എവിടെ വരെ എത്തി? പേജ് നമ്പർ 7 വരെ പഠിച്ചു അല്ലേ? അതെ, ഒന്ന് വായിച്ചു തരാം ഫസ്റ്റ്. കേൾക്കാൻ പറ്റുന്നുണ്ടോ ടീച്ചറിനെ? യെസ്, ഓക്കെ, ഗുഡ്. ഞാൻ ബുക്കിൽ ശ്രദ്ധിച്ചോ എല്ലാവരും? എവിടെ വരെ നമ്മൾ പഠിച്ചത്? വ്യഞ്ജനാക്ഷരങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം ഒന്നുകൂടെ. ക, ഖ, ഗ, ഘ, ങ അല്ലേ? ക സേ കബൂത്തർ, ഖ സേ ഖർഗോശ്, ഗ സേ ഗമല, ഖ സേ ഖർ, ങ. ച്ച ഛ ജ ഛ ഞ, ച്ച സേ ചർഖ, ഛ സേ ഛത്. ഉങ്കലി എവിടെ? തുമാര ഉങ്കലി കിതറേ? ഉങ്കലി തൊട്ട് തൊട്ട് വായിക്കണം. മിസ് വായിക്കുമ്പോ തൊട്ട് തൊട്ട് വായിക്കണം. ഛ സേ ചർക്ക, ഛ സേ ഛത്, ജ സേ ജഗ്, ഛ സേ ഛർന. ट से टमाटर, ठ से ठडेरा, ड से डमरू, ठ से ठकना. ഠ കഴിഞ്ഞ അടുത്ത അക്ഷരം ഏതാ? ന. ഇത്രയാണ് നമ്മൾ പഠിച്ചത്. നെക്സ്റ്റ് പേജ് നമ്പർ 8. എന്താ? ത ഥ ദ ഥ ന. ता से तरबूज. Listen. ता से तरबूज. എന്താ തർബൂജ് എന്ന് പറഞ്ഞാല്? എന്താണ്? വാട്ടർമെലൺ, തണ്ണിമത്തൻ അല്ലേ? ता से तरबूज. All of you say ता से तरबूज. ता से तरबूज. थ से थर्मस. थ से थर्मस. Once more. थ से तरबूज, थ से थर्मस, थ से तरबूज. Once more say. थ से थर्मस. Next, द से दवात. द से दवात. द से दवात. दवात എന്ന് പറഞ്ഞ എന്താ? തെർമസ് എന്ന് പറഞ്ഞ എന്താന്ന് പറഞ്ഞില്ല അല്ലേ? എന്താ തെർമോസ് തന്നെ ഇംഗ്ലീഷ് പറഞ്ഞേ. നമ്മൾ വാട്ടർ ബോട്ടിൽ പോലത്തെ അതിന്റെ അകത്ത് നമ്മൾ ചൂടൊക്കെ നിൽക്കുന്ന ഒരു പാത്രമില്ല, അതാണ് വാട്ടർ ബോട്ടിൽ തന്നെ. ദാസേ ദവാ. ദവാത്ത് എന്ന് പറഞ്ഞ എന്താ? ഇങ്ക് പോട്ട്, മഷിക്കുപ്പിയില്ലേ? മഷിയുള്ള കുപ്പിയില്ലേ? അതാണ് മഷിക്കുപ്പി. ദവാത്ത്. ദവാത്ത് ഇങ്ക് പോട്ട്. Once more. ता से तरबूज, थ से थर्मस, द से दवात. Next, थ. थ से धनुष. थ से धनुष. Once more. थ से धनुष. थ से तरबूज, थ से थर्मस, द से दवात, थ से धनुष. Next,
ന അല്ലേ? താ ഥ ദ ഥ ന ചേർത്ത് ഇവിടെ വാക്ക് വന്നിട്ടുണ്ട്. ന സെ നൽ. എന്താണ്? നൽ. നൽ എന്ന് പറഞ്ഞ എന്താ? ടാപ്പ്. ധനുഷ് എന്ന് പറഞ്ഞാല് ബോ. എന്താ? അമ്പ് അല്ലേ? അമ്പാണോ? ആരോ ആണോ? അല്ല, വില്ല്. നമ്മൾ പെട്ടെന്ന് ധനുഷ് എന്ന് പറയുമ്പോ അമ്പ് എന്ന് പറയുന്നത്. സോറി ട്ടോ. ധനുഷ് വില്ല്. അമ്പും വില്ല് എന്ന് പറയുന്നില്ലേ? അതിനാണ് ധനുഷ് എന്ന് പറഞ്ഞ ബോ, വില്ല്, ബോ. നെക്സ്റ്റ് നാസെ നൽ. നാസെ നൽ. Once more. താസെ തർബൂജ്. സാവിയോ ജോ. What are you doing there? എവിടെ നീ നോക്കുന്നത്? ബുക്കിൽ ശ്രദ്ധിച്ചിരിക്കുക. ഞാൻ വായിപ്പിക്കും എല്ലാരെ കൊണ്ടും. താസെ തർബൂജ്. താസെ തെർമസ്. ദാസെ ദവാത്. താസെ ധനുഷ്. നാസെ നൽ. ഓക്കെ, എന്നിട്ട് വായിച്ചു തരണോ? താസെ തർബൂജ്. താസെ തെർമസ്. ദാസെ ദവാത്. താസെ ധനുഷ്. നാസെ നൽ. ഓക്കെ, ഗുഡ്. All of you take your notebook. ഇവിടെ ഈ ടെക്സ്റ്റ് ബുക്കിന്റെ സൈഡില് ഡേറ്റ് ഇട്ടേ. ഇന്നത്തെ ഇന്ന് പഠിച്ചതിന്റെ ഡേറ്റ് ഇട്ടേ എവിടെ? Take your notebook. എടുത്തോ? ഡേറ്റ് ഇട്ടേ ഇന്നത്തത്. സൈഡിൽ എന്ത് ഡേറ്റ് ഇട്ടേ? എന്നിട്ട് ഇങ്ങനെ എഴുതണം ആദ്യം. ത ഥ ദ ഥ ന. എത്ര പ്രാവശ്യം എഴുതണം ഇത്? 3 പ്രാവശ്യം എഴുതണം. സാധാരണ പറയുന്ന പോലെ തന്നെ 3 പ്രാവശ്യം അവിടെ എഴുതണം. 3ഓ 5ഓ നിങ്ങൾക്ക് എഴുതാം. എത്ര പ്രാവശ്യം എഴുതിയാലാണ് പഠിക്കുക എന്ന് വെച്ചാൽ അത്രയും എഴുതാം. അല്ല, നീറ്റ് ആയിരിക്കണം ബുക്ക്. ഇത് എഴുതിയല്ലേ? എത്ര ലൈൻ വിടണം? 3 ലൈൻസ് വിട്ടോ? 4 പ്രാവശ്യം ആയിക്കോട്ടെ. 3 ലൈൻ വിട്ടോ നിങ്ങള്? നിങ്ങളൊന്ന് ആദ്യം ക്ലാസ്സിൽ പറഞ്ഞ് ശ്രദ്ധിക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങൾ എഴുതി വിടുന്നത് എങ്ങനെയാ? എല്ലാം കൂട്ടി ഒന്നിച്ച് എഴുതുന്നത്. ലാസ്റ്റ് ആവുമ്പോ 2 ലൈൻ മാത്രം എഴുതിയിട്ട് അവസാനത്തെ പേജ് ഉണ്ടാവും. അത് കാണുമ്പോഴാണ് ഞാൻ നിങ്ങൾക്ക് മെസ്സേജ് തരുന്നത് ഇങ്ങനെയല്ല എഴുതേണ്ടതെന്ന്. ഇവിടെ ബുക്ക് കാണാൻ ഒരു നീറ്റും ഇല്ല. എന്നപ്പോ ഒരു അക്ഷരം എടുത്താൽ ആ അക്ഷരത്തിന്റെ ഹിന്ദി വേർഡും അതിന്റെ ഇംഗ്ലീഷ് വേർഡും മാത്രം മതി ഒരു പേജില്. അടുത്ത അക്ഷരം നെക്സ്റ്റ് പേജിലാണ് വരേണ്ടത്. അപ്പൊ ആ ഓരോ പേജിലും അങ്ങനെ വരുമ്പോ നല്ല വൃത്തി ഉണ്ടാവും കാണാൻ. ഇതെല്ലാ അക്ഷരം കൂടെ കൂട്ടി താഴെ സ്ഥലം ഉണ്ടെങ്കിൽ അതിന്റെ ബാക്കി മറ്റേ അക്ഷരം അവിടെ കൊണ്ട് എഴുതി വെച്ചു. അങ്ങനെ എഴുതരുത് കേട്ടോ. എഴുതിയില്ലേ? 3 ലൈൻ വിട്ടില്ലേ? അതിന്റെ താഴെ എഴുതിക്കോ. ത ഹൈഫൺ തർബൂജ്. അതൊരു 3 പ്രാവശ്യമോ 4 പ്രാവശ്യമോ 5 പ്രാവശ്യം നിങ്ങൾക്ക് എഴുതി പഠിക്കാൻ ബുക്കിൽ സ്ഥലം ഉള്ളത് പോലെ. സാധാരണ പഠിച്ചതുപോലെ തന്നെ നമ്മളിപ്പോ ഇത്രയും ദിവസം എഴുതിയത് പോലെ തന്നെ എഴുതുക. ത ഹൈഫൺ തർബൂജ്. പേരൻസ് അടുത്തുണ്ടെങ്കിൽ ഒന്ന് ഹെൽപ്പ് ചെയ്യാം. അതൊരു 3 പ്രാവശ്യം എഴുതാം നിങ്ങൾക്ക്. അത് കഴിഞ്ഞ് കുറച്ച് ലൈൻ വിടുക. തർബൂജ് എന്ന് എഴുതുക. അതിന്റെ ഇംഗ്ലീഷ് വേർഡ് തർബൂജ്, വാട്ടർമെലൺ.
അപ്പൊ ആ പേജിൽ അത് മാത്രമേ ഉള്ളൂ. വ്യഞ്ജനാക്ഷരങ്ങളും താത്ത ദാത്ത നായും ത ഹൈഫൺ തർബൂജ് ഒരു 5 പ്രാവശ്യം എഴുതി. തർബൂജ് അതിന്റെ ഇംഗ്ലീഷ് വേർഡ് ഹൈഫൺ വാട്ടർമെലൺ. മിസ് എത്ര പറഞ്ഞാലും പിന്നെയും പിന്നെ നിങ്ങൾ എഴുതുന്നത് ഇങ്ങനെ തന്നെ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പോലെ മാത്രം നിങ്ങൾ എഴുതുന്നുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് പേജ് എടുത്തേ. നെക്സ്റ്റ് പേജില് വീണ്ടും ഈ വ്യഞ്ജനാക്ഷരം എഴുതണം. ഫസ്റ്റ് ലൈനിൽ എഴുതി വെക്ക. ആദ്യം ഫസ്റ്റ് ലൈനില് താ ഥ ദ ഥ എന്നാ എഴുതി വെക്ക്, അല്ലെങ്കിൽ നിങ്ങൾ എഴുതില്ല. 1ാം ക്ലാസ്സിൽ എത്തിയുള്ളൂ. പേരൻസ് ഒന്ന് ഹെൽപ്പ് ചെയ്യണം, അവർക്ക് എഴുതാൻ പറ്റാൻ സാധ്യത കുറവാണ്. പക്ഷെ അങ്ങനെ ആകരുത്, നമ്മൾ എഴുതി പഠിക്കണം. അവിടെയും വീണ്ടും വ്യഞ്ജനാക്ഷരം എഴുതി പഠിക്കണം. ഒരു 3 പ്രാവശ്യം എഴുതുക. അടുത്ത അക്ഷരം ഏതാ? ഥ. ഥ ഹൈഫൺ തെർമസ്. ഥ എന്ന അക്ഷരം കൊണ്ടുള്ള വാക്ക്, ശബ്ദ്, തെർമസ്. അത് നമ്മളൊരു 3 പ്രാവശ്യം അല്ലെ 5 പ്രാവശ്യം എഴുതി. അതിന്റെ താഴെ ഈ തെർമസ് എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് വേർഡ് കൂടി നമുക്ക് വേണം. തെർമസ്, തെർമോസ്, അത് തന്നെയാണ് ഇംഗ്ലീഷ് വേർഡ്. അത് താഴെ എഴുതും. ആ പേജ് കഴിഞ്ഞു. നെക്സ്റ്റ് പേജില് അടുത്ത അക്ഷരം വരുന്നു. വീണ്ടും വ്യഞ്ജനാക്ഷരം എഴുതി പഠിച്ചോ. താത്താന്ന് എഴുതിയാലേ പഠിക്കുള്ളൂ. എന്താ സാവിയോ പ്ലീസ് അൺമ്യൂട്ട്. മൂന്ന് ലൈനൊക്കെ വിടാൻ പറ്റില്ല, അതേതാ? മോൻ കഴിഞ്ഞ ക്ലാസ്സിലെ ഹോംവർക്ക് ഒന്നും ചെയ്തിട്ടില്ലേ? അതേപോലെ സെയിം, അതേപോലെ തന്നെ. ഇതേപോലെയാ? എനിക്ക് കാണുന്നില്ല മോനെ. കഴിഞ്ഞ ദിവസം എങ്ങനെ എഴുതി നമ്മൾ? അത് തന്നെ കറക്റ്റ്. ഇപ്പൊ 3 ലൈൻ വിടാൻ പറഞ്ഞ എന്താ അറിയാ? ക്ലാസ്സിൽ എഴുതണ്ട, നമ്മൾ ടൈം ഇല്ലല്ലോ, അതുകൊണ്ട് പറഞ്ഞാണ്. നെക്സ്റ്റും അങ്ങനെ തന്നെയാണ്. സാവി എഴുതിയ കറക്റ്റ് ആണ്, കണ്ടു. അതേപോലെ തന്നെ നെക്സ്റ്റ് പേജില് വ്യഞ്ജനാക്ഷരം എഴുതി. ദ ഹൈഫൺ ദവാത്ത്, ദവാത്തിന്റെ ഇംഗ്ലീഷ് വേർഡ്. നെക്സ്റ്റ് പേജില് താത്ത വീണ്ടും എഴുതി. ഥ ഹൈഫൺ ധനുഷ്, ധനുഷിന്റെ ഇംഗ്ലീഷ് വേർഡ്. നെക്സ്റ്റ് പേജില് നാ വരുമ്പോ വീണ്ടും നമ്മൾ വ്യഞ്ജനാക്ഷരം എഴുതി. താത്ത. അപ്പൊ ഈ അക്ഷരങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ തന്നെ നമ്മൾ ആ വ്യഞ്ജനാക്ഷരം ഫുള്ള് ബൈഹാർട്ടായി, എഴുതി ബൈഹാർട്ടാവും എല്ലാ പേജിലും എഴുതുമ്പോ. താത്ത എഴുതി. എഴുതി ഹൈഫൺ നൽ, നല്ലിന്റെ ഇംഗ്ലീഷ് വേർഡ് എഴുതുക. അപ്പൊ 5 പേജിലായിട്ടാണ് വരുന്നത്. ഒരു പേജിൽ ആ ഒരു അക്ഷരവും അതിന്റെ ഹിന്ദി വേർഡ് ഇംഗ്ലീഷ് വേർഡ് മാത്രം മതി. ഈ 5 പേജിലും അത്രേ എഴുതാൻ വരുന്നുള്ളൂ. ഇന്ന് തന്നെ എഴുതി പോസ്റ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞില്ല. എഴുതണം നിങ്ങൾ. അടുത്ത ആഴ്ച വരെ സമയം ഉണ്ടെങ്കിൽ നിങ്ങൾ എഴുതി കാണിക്കണം. ഒത്തിരി നീണ്ടു പോണ്ട, ഞായറാഴ്ചക്കുള്ളിലൊക്കെ നിങ്ങൾക്ക് എഴുതി പോസ്റ്റ് ചെയ്യാം. Close your notebook. ഇന്ന് നമ്മള് ST പറഞ്ഞിരുന്നോ? എന്തെങ്കിലും ഡിക്റ്റേഷൻ പറഞ്ഞിരുന്നോ? ഇല്ല അല്ലെ? നമ്മൾ അടുത്ത ക്ലാസ്സില് ഈ ടാട്ടണി ഇല്ലേ, ഇത് പേജ് നമ്പർ 7 കഴിഞ്ഞ ദിവസം നമ്മൾ എഴുതിയത്, ഇത് ഡിക്റ്റേഷൻ ഉണ്ടാവേ. ഒരു ക്ലാസ്സിൽ നമുക്ക് വരുന്നുണ്ട് അല്ലെ? അടുത്ത ക്ലാസ്സിൽ ഈ വാക്കുകൾ ഡിക്റ്റേഷൻ ഇടും. വ്യഞ്ജനാക്ഷരം എഴുതാനുണ്ടാവും, ഇതിന്റെ ഹിന്ദി വേർഡും എഴുതാനുണ്ടാവും. നന്നായിട്ട് പഠിക്കണം കേട്ടോ. എന്നിട്ട് പോസ്റ്റ് ചെയ്യണം. എഴുതി കഴിഞ്ഞപാടെ ക്ലാസ് കഴിയുമ്പോൾ അമ്മയോട് പറയണം ഇതൊന്ന് ടീച്ചർക്ക് പോസ്റ്റ് ചെയ്ത് കൊടുക്കണം. അത് അടുത്ത പീരീഡ് എടുക്കാം. നിങ്ങൾ പിന്നെ ഇതെടുത്തേ, ടേക്ക് യുവർ അക്ഷർദീപ്. നോട്ട്ബുക്ക് അടച്ചു വെച്ചോ, ഹോംവർക്ക് അല്ലേ?
നമ്മൾ എവിടം വരെ എത്തി അക്ഷരദീപം? ആർക്ക് പറയാം? അക്ഷരദീപം എവിടം വരെ എത്തിന്ന് ആര് പറയും? എവിടം വരെ എഴുതിയ നമ്മള്? കൈ ഉയർത്തുന്നവരോട് ടീച്ചർ ചോദിക്കാം. അമൻ കൈ ഉയർത്തിയിട്ടുണ്ട്. അമൻ, 2 3 അമൃത, സൽമാനൊക്കെ റെഡി ആയിട്ടിരുന്നു. എല്ലാവരോടും ചോദിക്കുന്നുണ്ട്. എത്ര പേജായി മോനെ? എട്ടാമത്തെ പേജ് 7 പേജ് പൂർത്തിയായിരിക്കുന്നതാണ്. 7ാമത്തെ പേജ് പൂർത്തിയായി. 7ാമത്തെ പേജാണോ എല്ലാവരും ചെയ്തു തീർത്തത്? യെസ്, അതെ. എല്ലാവരും 7ാമത്തെ പേജ് വരെ ആണെങ്കിൽ ഒന്ന് തമ്പ് കാണിക്കാവോ? 7ാമത്തെ പേജ് വരെയാണ് എഴുതിയെങ്കിൽ. സാവിയോ അല്ല, ബാക്കി എല്ലാരും തന്നെ അതെയാണ്. ഷഹബറ, അക്ഷരദീപം എഴുതിയില്ലേ? അമ്പടി കള്ളി, ഞാൻ കണ്ടുപിടിച്ചില്ലേ എഴുതാത്തത്? അക്ഷരദീപം എഴുതാത്തവരുണ്ട്. അതെയോ? 7ാമത്തെ പേജ് വരെയാണ് എല്ലാരും എഴുതിയിരിക്കുന്നത്. സാവിയോ എത്ര പേജ് വരെ എഴുതിയെന്നപ്പാ? സാവിയോ? 6 സാവിയോ പ്ലീസ് അൺമ്യൂട്ട്. 6 അല്ലല്ലോ പറഞ്ഞു. എല്ലാരും തന്നെ 7ാമത്തെ പേജ് ആയിട്ടുണ്ട്. സാവിയോ, വേർ ഈസ് സാവിയോ? അതെ, സാവിയോ എന്നാല് 7ാമത്തെ പേജ് വരെ എഴുതണം കേട്ടോ. 7ാമത്തെ പേജ് വരെ എല്ലാവർക്കും തന്നെ ആയിട്ടുണ്ട്. അപ്പൊ 8ാമത്തെ പേജിലാണ് ഇന്നത്തെ എഴുതേണ്ടത് അല്ലേ? അതെ. ആക്കി മാത്ര. ലിസൺ. ആക്കി മാത്ര. ബുക്കിൽ ശ്രദ്ധിച്ചേ. അവിടെ ബ്രാക്കറ്റിൽ കണ്ടോ? ആയിന്റെ ചിഹ്നം കണ്ടോ? നമ്മൾ ചിഹ്നം കൂടി പഠിച്ചു പോവുകയാണ് അക്ഷരദീപത്തില്. ആയിന്റെ ചിഹ്നമാണ് അവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത്. ശ്രദ്ധിച്ചേ. ഫസ്റ്റ് വൺ ഡാക്ക്. അതിന് ഇംഗ്ലീഷ് വേർഡ് താഴെ കൊടുത്തിട്ടുണ്ട്. ഡാക്ക്, ഠാന, താല, ധാന, ദാം. കുറെ പേര് കൈ ഉയർത്തുണ്ടല്ലോ. എന്ത് പറ്റി? റിച്ചു, what happened? Please unmute. അൺമ്യൂട്ട് ചെയ്യേ റിച്ചു. അൺമ്യൂട്ട് ചെയ്തിട്ട് പറ മോനെ, കേൾക്കുന്നില്ല. എന്താ? എനിക്ക് കർസീവ് റൈറ്റിംഗ് ഹിന്ദിയുടെ കിട്ടിയിട്ടില്ല. അതെന്താ? സ്കൂളിലുണ്ടല്ലോ. സ്കൂളിൽ വന്നപ്പോ എനിക്ക് ഹിന്ദിയുടെ അതേ ബുക്ക് തന്നെയാ കിട്ടിയത് കുട്ടി. ആണോ? എന്നാ മോനൊന്ന് സ്കൂളിൽ വന്ന് വാങ്ങിക്കോട്ടോ, മാറ്റി എടുക്കണം കേട്ടോ. ഹാദിയ, എന്താ പറ്റി? ഹാദിക്ക് എന്താ? എന്താ ഹാദിയ? എല്ലാരും കൈ ഉയർത്തുന്നുണ്ടല്ലോ. എന്താ കാര്യം? ഹാദിയ പ്ലീസ് അൺമ്യൂട്ട്. പ്ലീസ് അൺമ്യൂട്ട്. എന്താ മോളെ? ഹാദിയ അൺമ്യൂട്ട് ചെയ്തിട്ട് പറ മോളെ. ഈഥർന്ന് വരെയാണ്. ആരത്? ഹാദിയ പ്ലീസ് അൺമ്യൂട്ട്. പറഞ്ഞ മോനെ. അല്ലേ? പിന്നെ നിങ്ങൾ എല്ലാരും 6ാമത്തെ പേജ് 7ാമത്തെ പേജ് വരെ പറഞ്ഞതോ? മിസ്സിന് ഈ അക്ഷരദീപം ടെക്സ്റ്റ് ബുക്ക് മാറിപ്പോയിട്ടുണ്ടോ? 8ാമത്തെ പേജിൽ ആരാം എന്നാ സ്റ്റാർട്ട് ചെയ്യുന്നത്. യെസ്, കറക്റ്റ്. ഈസ് ഇറ്റ് കറക്റ്റ്? സെക്കൻഡിന്റെ അക്ഷരദീപം എടുത്തിട്ടാണ് വായിച്ചിരുന്നത്. സോറി സോറി സോറി. ഓക്കെ ഓക്കെ, മനസ്സിലായി. ഓക്കെ ഓക്കെ. ആരാം വരെയാണ് എടുത്തത് അല്ലേ? ഏതൊക്കെ? ആരാം, ആവത്, ഈസ്, ഇൻ, ഇതർ. സോറി മൈ ഡിയർ, മിസ്സിന് ഇന്ന് അബദ്ധം പറ്റി. നമുക്ക് നെക്സ്റ്റ് പീരീഡ് സെക്കൻഡിന്റെ അക്ഷരദീപം എടുത്തിട്ട് വന്നത്.
ഫസ്റ്റിന്റെ അക്ഷരദീപം നമുക്ക് അടുത്ത ക്ലാസ്സിൽ അക്ഷരദീപം എഴുതാം കേട്ടോ. ഓക്കെ. അപ്പൊ കുറെ പേര് കൈ ഉയർത്തുന്ന കണ്ടു. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന്, അതാണ് വിളിച്ചത്. ക്ഷമിക്കണം കേട്ടോ. ഏബൽ മാത്യു പേജ് നമ്പർ ഒക്കെ എഴുതി വേർഡ്സ് എഴുതി കാണിച്ചു. അപ്പൊ പെട്ടെന്ന് മനസ്സിലായത് എന്തോ ഒരു വിഷയം. ഞാൻ ഈ ബുക്കിൽ ശ്രദ്ധിക്കുവാണ്, ഈ വാക്കുകളൊന്നും കാണുന്നില്ലല്ലോ. താങ്ക് യു ഏബൽ. ചിലപ്പോ നമുക്ക് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. നിങ്ങളൊന്ന് മെസ്സേജ് സെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഈ സൈഡ് കാണാം. അങ്ങനെ ചെയ്യണ നല്ലതാട്ടോ. ബുക്ക് മാറിപ്പോയി ഇന്ന്. നെക്സ്റ്റ്, ഇനി ഇന്ന് വായിച്ചതിലും പഠിച്ചതിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് തരാം. ചോദിച്ചോളൂ. ബിയോണ, പ്ലീസ് അൺമ്യൂട്ട്. ബിയോണ, ഏതാ മോനെ? ഹിന്ദി അക്ഷരദീപം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. അത് പേജ് നമ്പർ നോക്കാം കേട്ടോ. ഓക്കെ 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 ഓക്കെ, നമുക്കത് നോക്കാം. ഇപ്പൊ പറഞ്ഞ മിസ്സിന്റെ കയ്യിൽ ബുക്കില്ല, അടുത്ത പീരീഡ് നോക്കാം അത് കേട്ടോ. ഇനി എന്തെങ്കിലും ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ, വായിക്കാൻ കിട്ടുന്നില്ല എന്നുള്ളത് ഉണ്ടെങ്കിൽ ചോദിക്കാം ഇപ്പൊ ക്ലാസ്സിൽ. റയാൻ, ഇന്നത്തെ പാഠം ഒന്നുകൂടി വായിച്ചു തരോ? ഒന്നുകൂടെ വായിച്ചു തരണോ? ഓക്കെ. അടുത്ത ക്ലാസ്സില് ഡിറ്റേഷൻ ഉണ്ടാവും, ശ്രദ്ധിക്കാം. ഇന്നത്തെ ക്ലാസ് ഒന്നുകൂടെ വായിച്ചു തരാനാണ് പറഞ്ഞത്. ഇനിയിപ്പോ അതേ ആവശ്യം തന്നെ കുറെ കുട്ടികൾക്ക് ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചിരുന്നോ നിങ്ങള്? താസെ തർബൂജ്, താസെ തർബൂജ്, താസെ തെർമസ്, താസെ തെർമസ്, ദാസെ ദവാത്, താസെ ദവാത്, താസെ ധനുഷ്, താസെ ധനുഷ്, നാസെ നൽ. നാസെ നൽ. Once more, all of you say താസെ തർബൂജ്, താസെ തർബൂജ്, താസെ തെർമസ്, താസെ തെർമസ്, ദാസെ ദവാത്, താസെ ദവാത്, താസെ ധനുഷ്, താസെ ധനുഷ്, നാസെ നൽ. നാസെ നൽ. ഓക്കെ, ഗുഡ്. മന്മഥ. ഇനി ആർക്കാണ്? ഷഹബറ. ഡൗട്ട് ഉള്ളവരുടെ ആണ് പേര് വിളിക്കുന്നത് കേട്ടോ. ഡൗട്ട് ക്ലിയർ ചെയ്തു തരാൻ വേണ്ടിട്ടാണ്. ഷഹബറ, നൈഫൂന റെഡി ആയിട്ടിരുന്നു അവിടെ. അൺമ്യൂട്ട് ചെയ്യാൻ പറയാം, പെട്ടെന്ന് അൺമ്യൂട്ട് ചെയ്യേ. ഇത് കിട്ടുന്നില്ല. ഏതാണ്? നൽ എന്നുള്ള വാക്കാണോ? നാസെ പറഞ്ഞേ. നാസെ നൽ. നൽ നൽ എന്ന് പറഞ്ഞ എന്താ? ടാപ്പ്. നൽ. ഏതൊക്കെ അക്ഷരങ്ങൾ അവിടെ നോക്കിയേ? ന്യായുണ്ട്, ലായും ഉണ്ട് അല്ലെ? നലാന്നല്ല വായിക്കേണ്ടത്, വായിക്കുമ്പോ നൽ. നൽ. ഓക്കെ. ഇനി ആരാണ്? ഐഫൂന, ചോദിച്ചോ. ഐഫൂന പറഞ്ഞ മോളെ. അൺമ്യൂട്ട് ചെയ്തിട്ട് പറയൂ. എന്താ മോനെ? മോനെ കേഴ്സീവ് ഹിന്ദിയിൽ നമ്മൾ കേഴ്സീവ് റൈറ്റിംഗ് എന്നാണോ പറയുന്നത്? ഹിന്ദിയിൽ അക്ഷരദീപ് എന്നല്ലേ പറയുന്നത്? അക്ഷരദീപ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ എടുത്തു തരാം കേട്ടോ. അടുത്ത ക്ലാസ്സിൽ അക്ഷരദീപം ഇംഗ്ലീഷ് വായിച്ചു തരണം എന്നല്ലേ? അതെ, വായിച്ചു തരും. അടുത്ത ക്ലാസ്സിൽ വായിച്ചു തരും.
അക്ഷരലിപി നമുക്ക് അടുത്ത മിസ് എടുത്ത ബുക്ക് മാറിപ്പോയി മോനെ. മിസ് ഫസ്റ്റ് ക്ലാസ് എടുക്കും. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിക്റ്റേഷനും അക്ഷരദീപം എഴുതുന്നതായിരിക്കും അടുത്ത ക്ലാസ്. മിസ് എടുത്ത് മാറിപ്പോയി, തെറ്റിപ്പോയി മിസ്സിൽ നിന്ന്. ഓക്കെ, എന്താ ഇനി ആരാണ്? ഇർഷാദിന്റെ അന്ന് വിളിക്കാൻ പറഞ്ഞിട്ട് വിളിച്ചില്ലല്ലോ ഇർഷാദ്. എന്തായിരുന്നു മിസ്സിനോട് ഒന്ന് ഡൗട്ട് ചോദിച്ചത്? അതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഇർഷാദിനോട് ഒന്ന് ഫോൺ ചെയ്യാൻ പറഞ്ഞത്. എന്തായിരുന്നു മോനെ? അതെ, അതാണ് നിങ്ങൾ അന്ന് എന്നോട് ചോദിച്ചത്. പക്ഷെ അത് പിന്നെ എനിക്കത് മറന്നുപോയി. അതാ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഒന്ന് വിളിക്കുമെന്ന് ചോദിച്ചത്. നമ്മള് വേറെ തന്നെ പഠിക്കുമായിരുന്നില്ലേ ഇർഷാദ് അവൻ അല്ലേ? അപ്പം ബാക്കി എന്തായിരുന്നു എന്നുള്ളത് എനിക്കും അത് മറന്നുപോയി. എന്താ ചോദിച്ചതെന്നും ഓർമ്മയില്ല. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സില് നിങ്ങൾ ഒരു കാര്യം ചെയ്യോ അപ്പൊ ഈ ക്ലാസ്സിൽ നമുക്കത് പറഞ്ഞുതരാൻ വിഷമമുണ്ട്. ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ. വാട്സപ്പിൽ ഞാനത് പറഞ്ഞുതരാം. ഓക്കെ ഓക്കെ ഓക്കെ. ഇനി ആർക്കാണ്? അമൃത. അമൃത പ്ലീസ്. സ്കൂളിലാണോ അതോ വീട്ടിലാണോ? എന്താ മോനെ? ടീച്ചർ സ്കൂളിലാണോ അതോ വീട്ടിലാണോ? പിന്നെ ആദ്യം തന്നെ അബദ്ധം പറ്റിയോണ്ട് അമൃതയ്ക്ക് ഡൗട്ട്. ഞാൻ സ്കൂളിലാ മോളെ. എന്തേ? അപ്പൊ ഒന്നും കാണുന്നില്ലല്ലോ, വെറും ചുമരല്ലേ കാണുന്നില്ലോ. എന്നെ കാണുന്നില്ല? മിസ്സിനെ കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? കാണാൻ പറ്റുന്നുണ്ട്. പിന്നെന്താ കാണാത്തത്? ചുമര് മാത്രമേ കാണുന്നുള്ളോ? പിന്നെന്താ കാണുന്നുണ്ട്? പിന്നെന്താ കാണേണ്ടത്? എന്താ കാണണ്ടായത്? സ്കൂളാണോന്ന് സ്കൂള് തന്നെയാണ്. സ്കൂളിപ്പോ എങ്ങനെയാ കാണിച്ചല്ലോ? ഇത് ക്ലാസ് റൂം തന്നെയാ മോളെ. ഓക്കെ. ഇതാണോ ഡൗട്ട് അമൃതയുടെ? നല്ല ഡൗട്ടാ അല്ലെ? മിസ്സിനെ കാണാൻ പറ്റുന്നില്ല എന്നിട്ട് അമൃതയ്ക്ക്. ഇനി എന്താ? ഒന്ന് അറ്റൻഡൻസ് എടുത്തോട്ടെ നിങ്ങടെ. ആരൊക്കെ വന്നു അറിയണ്ടേ? സാവിയോ പ്രസന്റ് ഓൾ സ്റ്റാൻഡ് അപ്പ്. പ്രസന്റ് പറഞ്ഞിട്ടിരുന്നോ കേട്ടോ നിങ്ങള്? ഓൾ സ്റ്റാൻഡ് അപ്പ്. സാവിയോ പ്രസന്റ് പറഞ്ഞിട്ടിരുന്നോ? ഹാദിയ, ഷഹ്ബറ, റസീൻ, മിഗ്ദാദ്, ദീക്ഷിത്, ഹാദി, റസീൻ യൂസഫ്, ഏബൽ മാത്യു, നൈല, റയാൻ, ഐഫുന, അനുഗ്രഹ, നിവേദ്യ, അനാമിക, ബിയോണ. പ്രസന്റ് പറഞ്ഞിട്ടേ ഇരിക്കാവൂ. അഫ്രാസ്, പി കെ, അധീന, ആദിൻ,
അശ്വിനി, നീലാഞ്ജന, ഇർഷാദ്, അമൃതനെ വിളിച്ചോ മോളെ? അമൃത, ദേവർഷ, നിവേദ്യനെ വിളിച്ചല്ലോ. അതെന്താ ഇരിക്കാത്ത നിങ്ങള്? അല്ലെ പിന്നെ ഫുള്ള് നിങ്ങൾ നിൽക്കേണ്ടി വരും കേട്ടോ. പ്രസന്റ് പറഞ്ഞിട്ടിരുന്നോ? ഇതിലെല്ലാരും വിളിച്ചു. സൽമാൻ, റസീൻ കെ, എന്താ അനാമിക പി, അനാമിക പി, അനാമിക ആറും ഉണ്ടല്ലേ. ഇനി ആരാണ് വിളിക്കാത്ത? ഏബൽ മാത്യു വിളിച്ചതാണ്. ഓക്കെ. ഇനി മിസ് വിളിക്കാത്തവരുണ്ടോ ആരെങ്കിലും ക്ലാസ്സില്? 39 സ്റ്റുഡൻസ്. യെസ്. ആരാടാ അത്? റിച്ചാർഡിനെ വിളിച്ചില്ലേ? വിളിച്ചു. ഇനി ആരാണ്? അശ്വിനി. നമ്മളിങ്ങനെ പേജ് ഇങ്ങനെ മറിക്കുമ്പോ കുറെ കുട്ടികള് പിന്നെ അങ്ങോട്ട് പോകുന്നോണ്ട് ഒരു കൺഫ്യൂഷൻ പോലെ. ഇനി ആരാണ് വിളിക്കാത്തത്? ഹാദി ഹൈദർ. ഹാദിനെ ഞാൻ വിളിച്ചല്ലോ, പേരെഴുതിയിട്ടുണ്ട് ഇവിടെ, കേട്ടില്ലേ? ആരാ അത്? വാട്ട് ഈസ് യുവർ നെയിം? റിച്ചു. റിച്ചുനെ വിളിച്ചില്ലേ? റിച്ചുനെ വിളിച്ചിട്ടില്ല. അയ്യോ റിച്ചു. സേ പ്രസന്റ് ടീച്ചർ. ഓക്കെ. നീ ആര്? മിഗ്ദാദ്. മിഗ്ദാദിനെ വിളിച്ചില്ലേ മോനെ? മിഗ്ദാദ്. ഓക്കെ. എല്ലാരും ആയി. ഫാത്തിമ കെ എം. എല്ലാരും തന്നെയായി. ഹൈദറിനെ വിളിക്കാത്തോണ്ടല്ലേ മുബ്താസിം. അൻവിത കെ. അൻവിത വിളിച്ചു മോനെ. ജോവിൻ. ജോയലും ജോവിനെയും വിളിച്ചില്ലേ? നിങ്ങൾ കാണുന്നില്ലായിരുന്നു. നിങ്ങൾ ഇന്ന് ക്ലാസ്സിലുണ്ടായിരുന്നാ? കണ്ടില്ലടാ നിങ്ങളെ. ദേവാങ്ക്, അമൻ മാധവ്. അമൻ മാധവ്. ഓക്കെ. ജൽവ ഫാത്തിമ. നിങ്ങളൊക്കെ നെക്സ്റ്റ് പേജിൽ ഇരിക്കുക അല്ലെ? ജിയ റോസ്, ആദിഫ് അനു. ഓക്കെ. ഇതോ എല്ലാം കേൾക്കുന്നുണ്ട് മിസ്. സൽമാൻ നാസർ. വീഡിയോ ഓൺ ചെയ്തിട്ടില്ല. സൽമാനെ കാണുന്നില്ലല്ലോ. എല്ലാരും തന്നെയായി അല്ലേ? ആദ്യം കേൾക്കാൻ പറ്റുന്നില്ല. ആദ്യം സ്റ്റക്ക് ആയിരിക്കുവാണല്ലോ. ഡൗട്ട് എന്തെങ്കിലും ചോദിച്ചോ? നിങ്ങള് റെഡീസ് എടുത്തു കഴിഞ്ഞു? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൈ ഉയർത്താം. ഇപ്പൊ മിസ് പേര് വിളിക്കാം. ഇല്ല, ഒരു ഡൗട്ടും ഇല്ല. എന്നാ ക്ലാസ് വൈൻഡപ്പ് ചെയ്യട്ടെ? ഓക്കെ. സി യു നെക്സ്റ്റ് പീരീഡ്. നന്നായിട്ട് പഠിച്ചിട്ട് വരണം. നമുക്ക് അക്ഷരദീപം കൂടി എഴുതാം. ഓക്കെ. ബൈ. സി യു.